കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ തൊട്ട് താഴെയുള്ള ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഗുലയുമായി ബന്ധപ്പെട്ട് വരുന്ന 2 വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒന്നാമത്തെ വീഡിയോ എന്ന് പറയുന്നത് 12 ഏപ്രിൽ 2021 കേരള ഹൈക്കോടതിയുടെ ഒരു വിധിയായിരുന്നു അല്ലേ. അതെന്താ പറഞ്ഞിരുന്നത്? മുസ്ലിം വുമൺ ക്യാൻ ഗെറ്റ് ഡിവോഴ്സ് അണ്ടർ പേഴ്സണൽ ലോ. അങ്ങനെ ഒരു ഗാസിയുടെ കയ്യിൽ നിന്നും ശരീഅത്ത് ആക്ട് പ്രകാരം ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് കോടതിയിലേക്ക് വരേണ്ട ആവശ്യമില്ല, കോടതിയിൽ നിന്നും ഡിക്ലറേഷൻ മേടിക്കാനായിട്ട് വരേണ്ട ആവശ്യമില്ല എന്ന രീതിയിലാണ് കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം 2022 നവംബർ 3 ഓൾ ഇന്ത്യ AIPLB അല്ലേ അവർ പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്തായിരുന്നു? ഹസ്ബൻഡ് ക്യാൻ റിജക്റ്റ് ഗുല ഡിമാൻഡ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് 2022 വന്നിട്ടുള്ള ഒരു നിയമമാണ്. ഇനി ഇത് കൂടാതെ അതിന് മോഡിഫിക്കേഷൻ ആയിക്കൊണ്ട് മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു വിധി ജനുവരി 31, 2023 വന്നിട്ടുണ്ട്. ആ വിധി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. വിധി പറയണത് ഇങ്ങനെയാണ്: ഓൺലി ഫാമിലി കോർട്സ് ക്യാൻ ഇഷ്യൂ ഗുല ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് ടു മുസ്ലിം വുമൺ. മദ്രാസ് ഹൈക്കോർട്ട് റൂൾസ് എന്നാണ് പറയണത്. ഇതിനെ നമുക്ക് വേറൊരു രീതിയിലും പറയാം. മുസ്ലിം വുമൺ ക്യാൻ അപ്രോച്ച് ഫാമിലി കോർട്സ് ഫോർ ഗുല. സെൽഫ് ഡിക്ലെയർഡ് ബോഡീസ് ലൈക്ക് ശരീഅത്ത് കൗൺസിൽ കാണ്ട് സർട്ടിഫൈ ഡിസൊല്യൂഷൻ ഓഫ് മാരേജ് എന്നാണ് മദ്രാസ് ഹൈക്കോടതി ജനുവരി 31, 2023 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ജസ്റ്റിസ് സി ശരവണൻ ക്വാഷ്ഡ് എ ഗുല സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ടു എ വുമൺ ബൈ ദി ശരീഅത്ത് കൗൺസിൽ ഓഫ് തമിഴ്നാട് തൗഹീദ് ജമാഅത്ത് in Chennai, holding that such certificates issued by private bodies are invalid in law. Only judicial forms are empowered to pass a decree to dissolve a marriage, he ruled എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറയുകയാണെങ്കിൽ മദ്രാസിലെ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഒരു ഫാമിലി കോടതി വൈഫിന് ഗുല ആക്ട് പ്രകാരം അല്ലെങ്കിൽ വൈഫിന് ഗുല പ്രകാരം ഡിവോഴ്സ് മേടിക്കാനുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇയാൾ എന്ത് പറഞ്ഞു? ഭർത്താവ് എന്ത് പറഞ്ഞു? അങ്ങനെ കിട്ടുന്ന ഗുലയ്ക്ക് യാതൊരു വിധത്തിലുള്ള വാലിഡിറ്റിയും ഇല്ല, അതുകൊണ്ട് തന്നെ ഗുല റദ്ദാക്കണം എന്നാണ് പറഞ്ഞത്. കാരണം എന്താണ്? ഈ ശരീഅത്തെ ആക്ട് പ്രകാരം ഒരു ഗാസിക്ക് ഒരിക്കലും ഗുല ഡിക്ലെയർ ചെയ്യുവാനായിട്ടുള്ള അവകാശമില്ല എന്നാണ് ഭർത്താവ് കോടതിയിൽ വാദിച്ചത്. അപ്പോൾ ആ വാദം കേട്ടതിന് ശേഷം അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കോടതി പറഞ്ഞ പോയിന്റ് ഇതാണ്. എന്താ പറഞ്ഞത്? ജസ്റ്റിസ് സി ശരവണൻ പറഞ്ഞ പോയിന്റ് ഇതാണ്. അദ്ദേഹം ഈ ഹസ്ബൻഡിൻ്റെ ആ പറഞ്ഞ പോയിന്റിനെ കറക്റ്റായിട്ട് അനുവദിക്കുകയും അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഗുല സർട്ടിഫിക്കറ്റ് ഗാസി അനുവദിച്ച ഗുല സർട്ടിഫിക്കറ്റ് ക്വാഷ് ചെയ്യുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് പറഞ്ഞ പോയിന്റ്സ് ഇങ്ങനെയാണ്: ജസ്റ്റിസ് സി ശരവണൻ ക്വാഷ്ഡ് എ ഗുല സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ടു എ വുമൺ ബൈ ദി ശരീഅത്ത് കൗൺസിൽ എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. ക്ലിയർ ആയല്ലോ? ഇനി ഇത് പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് ഇതാണ്: ദ ജഡ്ജ് ഡിറക്റ്റഡ് ദി എസ്ട്രേഞ്ച്ഡ് കപ്പിൾ ടു അപ്രോച്ച് ഈദർ ദി തമിഴ്നാട് ലീഗൽ സർവീസ് അതോറിറ്റി ഓർ എ ഫാമിലി കോർട്ട് ടു റിസോൾവ് ദയർ ഡിസ്പ്യൂട്ട്സ്. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നില്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ള കോടതിയിലേക്കോ അല്ലെങ്കിൽ ലീഗൽ സർവീസ് അതോറിറ്റിയിലോ പോയിട്ട് നിങ്ങൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ട് തീർക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഇതാണ്: ദ ഡിറക്ഷൻ വാസ് ഇഷ്യൂഡ് വൈൽ അലോവിംഗ് എ 2019 റിട്ട് പെറ്റീഷൻ ഫയൽഡ് ബൈ എ മാൻ ടു ക്വാഷ് ദി ഗുല സർട്ടിഫിക്കറ്റ് ഒബ്റ്റൈൻഡ് ബൈ ഹിസ് വൈഫ് ഫ്രം ദ ശരീഅത്ത് കൗൺസിൽ in 2017. അപ്പോൾ 2017 ശരീഅത്ത് കൗൺസിലിൽ നിന്നും ഗുല സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് 2019 ഡിസോൾവ് ചെയ്യുവാനായിട്ട് കേസ് കൊടുത്തിട്ടുള്ളത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ജഡ്ജ് പറയുന്ന മറ്റൊരു പോയിന്റാണ്: The judge further said that only judicial forms were empowered to pass a decree to dissolve a marriage under section 7(1)(b) of the Family Court Act of 1984 എന്നാണ് പറയുന്നത്. എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജുഡീഷ്യൽ ഫോമിന് മാത്രമാണ് എന്ത് ചെയ്യുവാനായിട്ടുള്ള അധികാരമുള്ളൂ? ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കുവാനായിട്ടുള്ള അധികാരമുള്ളൂ. അങ്ങനെയുള്ളൊരു അധികാരം എന്ന് പറയുന്നത് ആർക്കാണ്? ഫാമിലി കോടതിക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഗുല പ്രകാരം കിട്ടുന്ന
ഡിവോഴ്സ് വാലിഡ് ആകണം എന്നുണ്ടെങ്കിൽ ഫാമിലി കോർട്ട് ആക്ട് അണ്ടർ സെക്ഷൻ 7(1)(b) പ്രകാരം ഫാമിലി കോടതിയിൽ നിന്നും ഒരു ഡിക്ലറേഷൻ വേണം എന്നാണ് പറയുന്നത്. അതാണ് കോർട്ട് ആക്ട് ഓഫ് 1984 റെഡ് വിത്ത് സെക്ഷൻ 2 ഓഫ് ദി ഡെസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജ് ആക്ട് 1939 ആൻഡ് സെക്ഷൻ 2 ഓഫ് ദി മുസ്ലിം പേഴ്സണൽ ലോ ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് ഓഫ് 1937 എന്നാണ് കോടതി പറയുന്നത്. കൂടാതെ അദ്ദേഹം പറയുന്ന മറ്റൊരു പോയിന്റ് ഉണ്ട്. ദ ജഡ്ജ് റീകോൾഡ് ദാറ്റ് ദ മദ്രാസ് ഹൈക്കോർട്ട് ഇൻ ദ ബാദർ സയ്യിദ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2017 case had restrained ഗാസി ഫ്രം ഇഷ്യൂവിങ് ഗുല സർട്ടിഫിക്കറ്റ് എന്നാണ് പറയുന്നത്. അതായത് ബാദർ സയ്യിദ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2017 ഒരു കേസ് പ്രകാരം ഗാസിക്ക് ഗുല സർട്ടിഫിക്കറ്റ് കൊടുക്കുവാനുള്ള അധികാരത്തിന് അവരെന്ത് ചെയ്തിട്ടുണ്ട്, റെസ്ട്രെയിൻഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അധികാരം കൊടുക്കുവാനായിട്ടുള്ള അവകാശമില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. കൂടാതെ പറയുന്ന അടുത്തൊരു പോയിന്റ് ഇതാണ്. ഹി പോയിന്റഡ് ഔട്ട് ദാറ്റ് എ ഡിവിഷൻ ബെഞ്ച് ഓഫ് ദി കേരള ഹൈക്കോർട്ട് ഹാഡ് ഇൻ ഏപ്രിൽ 2021 നമ്മുടെ ഹൈക്കോടതി dealt with the absolute right conferred on a married Muslim woman to seek gula without citing specific reasons to invoke it എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്, ഈ മദ്രാസ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ ഒരു ഡിവോഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗുല പ്രകാരം ഡിവോഴ്സ് എടുക്കാം. അതിന് ഗാസിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് മാത്രം പോരാ, പകരം എന്തും കൂടി ചെയ്യണം. ഫാമിലി കോടതിയിൽ വന്നിട്ട് ഫാമിലി കോർട്ട് ആക്ട് സെക്ഷൻ 7(1)(b) പ്രകാരം കോടതിയിൽ നിന്നും ഒരു ഡിക്ലറേഷനും കൂടി എടുത്താൽ മാത്രമാണ് അത് വാലിഡ് ആവുകയുള്ളൂ എന്നാണ് മദ്രാസ് ഹൈക്കോടതിയുടെ വിധി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയും ഇതിൽ 2-3 അപ്ഡേറ്റുകളുണ്ട്. അത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ കേസ് നമ്പർ ബാദർ സയ്യിദ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2017 എന്നുള്ളത് പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കുക. അതിൽ പറഞ്ഞതാണ് ഹാഡ് റെസ്ട്രെയിൻഡ് ഗാസി ഫ്രം ഇഷ്യൂവിങ് ഗുല സർട്ടിഫിക്കറ്റ് എന്നതിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് എടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാസി ലോ എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്, ഗാസി ലോ ആക്ട്. ആ ആക്ടിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലവർ പറയുന്നുണ്ട് ഇതെന്ന് പറയണത് എന്തല്ല ഒരു പ്രൈവറ്റ് ബോഡിയാണ്, ജുഡീഷ്യൽ ബോഡി അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കോടതി ഇങ്ങനത്തെ ഒരു വിധി പ്രഖ്യാപിക്കുവാനായിട്ടുള്ള ഒരു ഇട വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിയമങ്ങളിങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വരികയാണ്. ഈ ഒരു ഇൻഫോർമേഷൻസൊക്കെ നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. സോ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.